ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഫലം കണ്ടു തുടങ്ങിയെന്ന് മന്ത്രി OR കേളു. സംസ്ഥാനത്ത് കളരിപ്പയറ്റ് രംഗത്തുള്ള മുഴുവൻ സംഘടനകൾക്കും അംഗീകാരം നൽകാൻ കേരള സ്പോർട്സ് കൗൺസിൽ തയ്യാറാകണമെന്ന് ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ. അംബേദ്കർ പദ്ധതി നടപ്പിലാക്കാൻ ഭരണ സാങ്കേതിക അനുമതികൾ ജില്ലാതലത്തിൽ നൽകും വിധം ഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി OR കേളു. CH മുഹമ്മദ് കോയ ദേശീയ സെമിനാർ സെപ്റ്റംബർ 26-27 തീയതികളിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 19ാമത് വാർഷിക പൊതുയോഗം കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഫലങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ കണ്ടു തുടങ്ങിയെന്ന് മന്ത്രി OR കേളു. കോട്ടൂർ പഞ്ചായത്തിൽ 1 കോടി രൂപയുടെ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ തീയക്കണ്ടി മീത്തൽ നഗറിൽ 1 കോടി രൂപയുടെ സമഗ്ര വികസന പ്രവർത്തികൾക്ക് തുടക്കമായി. പ്രവർത്തികളുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ ഒട്ടനവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട 100 കണക്കിന് ആളുകൾക്ക് നേരിട്ടുള്ള നിയമനം വഴി സർക്കാർ ജോലി നൽകാൻ സർക്കാരിന് സാധിച്ചു. ഈ വിഭാഗങ്ങളിൽപ്പെട്ട 800ഓളം പേരെ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഉൾപ്പെടെ പഠനത്തിനും ജോലിക്കുമായി സർക്കാർ പറഞ്ഞയച്ചിട്ടുണ്ട്. ഒരാൾക്ക് 25 ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള സർക്കാരിന്റെ സമീപനത്തിന്റെ പ്രതിഫലനമാണിവയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വളരെ കുറച്ച് സമയമുള്ളൂ അല്ലേ, നമ്മുടെ രാധാകൃഷ്ണ സഖാവ് MP ആയി പോയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2 വർഷം എന്ന് പറഞ്ഞാൽ എത്ര സമയമുണ്ട്? എല്ലാം കൂട്ടിക്കഴിച്ചാൽ ഒരു 15 മാസം കിട്ടുമായിരിക്കും. ആ സമയം കൊണ്ട് എത്രയും വേഗം പദ്ധതി നടപ്പാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ജില്ലാ അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പദ്ധതികളൊക്കെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരൊക്കെ ഈ കാര്യങ്ങൾ സ്പീഡാക്കി നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ജില്ലാതല അവലോകനം കൂടി നമ്മളിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി നമ്മൾ സ്പീഡാക്കും. അപ്പോൾ നമ്മുടെ ഫണ്ടുകളൊക്കെ നഷ്ടപ്പെടാതെ വേഗത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി ഇതിൻ്റെ പുറകിൽ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവസരത്തിൽ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയും മറ്റു കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ KM സച്ചിൻ ദേവ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KP ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM ശശി, കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AK വിലാസിനി, കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K ഷൈൻ, KK സിജിത്ത് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. സംസ്ഥാനത്തെ കളരിപ്പയറ്റ് രംഗത്തുള്ള മുഴുവൻ സംഘടനകൾക്കും അംഗീകാരം നൽകാൻ കേരള സ്പോർട്സ് കൗൺസിൽ തയ്യാറാകണമെന്ന് ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഒരു സംഘടനക്ക് മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റ് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഒരു വോളിബോൾ അസോസിയേഷൻ, ഒരു കളരിപ്പയറ്റ് അസോസിയേഷൻ, അതിൽ ആളുകൾക്ക് മാത്രമേ മത്സരിക്കാനും അവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുള്ളൂ. സ്പോർട്സ് കൗൺസിൽ 10,000കണക്കിന് കായിക താരങ്ങൾ ഇപ്പോൾ ഈ കായിക രംഗത്തേക്ക് വരാൻ മടിച്ചിരിക്കുകയാണ്. കാരണം ഇവരെ അംഗീകരിക്കുന്നില്ല. ഇനി അഥവാ മറ്റുള്ള സംഘടനകൾ സർട്ടിഫിക്കറ്റുമായിട്ട് സ്പോർട്സ് കൗൺസിൽ പോയി കഴിഞ്ഞാൽ അവരാക്കി ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും അംഗീകാരമില്ലാത്ത സംഘടനയിൽപ്പെട്ടാണ്
വിദ്യാർത്ഥികൾ കുറെ പോയി, ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പോയി. സ്പോർട്സ് കൗൺസിൽ അംഗീകരിക്കുന്നില്ല. ഇത് തിരുത്തണം. ഒരു സംഘടനയിലെ കായിക താരങ്ങളെ മാത്രം അംഗീകരിക്കുകയും മറ്റ് സംഘടനയിൽപ്പെട്ട കായിക താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്യുന്ന കേരള സ്പോർട്സ് കൌൺസിലിന്റെ നടപടി അവസാനിപ്പിക്കണമെന്നും അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ മനയടത്ത് പ്രകാശൻ, ഉജ്ജയിനി ബഷീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കളരിപ്പയറ്റിന് നിരവധി സംഘടനകൾ കേരളത്തിലുണ്ടെങ്കിലും കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ എന്ന ഒരൊറ്റ സംഘടനയ്ക്ക് മാത്രമാണ് ഔദ്യോഗിക അംഗീകാരം നൽകിയിട്ടുള്ളത്. ഈ സംഘടനയിൽപ്പെട്ട കായിക താരങ്ങളെ മാത്രം അംഗീകരിച്ച് മറ്റ് സംഘടനയിൽപ്പെട്ട കായിക താരങ്ങളെ ഒഴിവാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അവർ ആരോപിച്ചു. ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നവംബർ 3 കോഴിക്കോട്ടും ദേശീയ ചാമ്പ്യൻഷിപ്പ് കോയമ്പത്തൂരിലും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതുകൊണ്ട് കേരള സ്പോർട്സ് കൗൺസിൽ ഈ നിയമം മാറ്റി എല്ലാ സംഘടനകൾക്കും കായിക താരങ്ങൾക്കും അംഗീകാരം കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അംബേദ്കർ പദ്ധതി നടപ്പിലാക്കാൻ ഭരണ സാങ്കേതിക അനുമതികൾ ജില്ലാതലത്തിൽ നൽകും വിധം ഭേദഗതി കൊണ്ടുവരുമെന്നും ഉന്നതിയിൽ 25 കുടുംബങ്ങൾ വേണമെന്ന മാനദണ്ഡത്തിൽ മാറ്റം വരുത്തുമെന്നും വകുപ്പ് മന്ത്രി OR കേളു ജില്ലാതല അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അംബേദ്കർ ഭവന പദ്ധതി അത് സമയത്തിന് പൂർത്തിയാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ ഒരു ഭാഗം മാത്രമല്ല, എല്ലാ ഭാഗത്തും കൊച്ചു കൊച്ചു വിഷയങ്ങളുണ്ട്. നമ്മൾ AS കൊടുക്കുന്ന കാര്യത്തിൽ, TS കൊടുക്കുന്ന കാര്യത്തിൽ, പിന്നെ PCLPTയുടെ കാര്യത്തിൽ ഒക്കെ എല്ലാ ഭാഗത്തും കുറേശ്ശെ പ്രയാസങ്ങൾ നേരിട്ടത് കൊണ്ടാണ് നമുക്ക് സമയത്തിന് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാതെ വന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ തീരുമാനം നമ്മൾ ഇന്നിവിടെ കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റ് എല്ലാ വകുപ്പുകളുടെയും 1 കോടി രൂപ വരെയുള്ള പദ്ധതികളുടെ ഭരണാനുമതി നൽകുന്നത് ജില്ലാതലത്തിലാണ്. എന്നാൽ 1 കോടി രൂപ വരെ പദ്ധതി വിഹിതമുള്ള അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് അനുമതി നൽകുന്നത് ഡയറക്ടറേറ്റിൽ നിന്നാണ്. ഇത് കാരണം ഫണ്ട് അനുവദിച്ചിട്ടും അംബേദ്കർ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിക്കാൻ വലിയ കാലവിളംബം നേരിടുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഭേദഗതി കൊണ്ടുവരാനുള്ള തീരുമാനമെന്നും മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതികൾക്ക് ജില്ലാ കളക്ടറായിരിക്കും ഇനി ഭരണാനുമതി നൽകുക. സാങ്കേതികാനുമതി ലഭ്യമാക്കുക ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലുള്ള എഞ്ചിനീയർമാർ അടങ്ങിയ സമിതിയായിരിക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പിലെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും എഞ്ചിനീയർമാരും വിരമിച്ച ഒരു എഞ്ചിനീയറും ഉൾപ്പെടുന്നതായിരിക്കും ഈ സമിതി. യോഗത്തിൽ സംസാരിച്ച MLAമാർ അംബേദ്കർ ഗ്രാമവികസന പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടും ഭരണാനുമതി ലഭ്യമാക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നതായി പരാതിപ്പെട്ടു. ഭരണാനുമതി ലഭിച്ച പദ്ധതികൾ സമയത്ത് പൂർത്തിയാക്കുന്നതിൽ നിർമ്മാണ ഏജൻസികൾ അലംഭാവം കാട്ടുന്നതായും MLAമാർ പറഞ്ഞു. അവലോകന യോഗങ്ങൾ ഇനി മുതൽ എല്ലാ മാസവും ഓൺലൈനായി നടക്കുമെന്നും മന്ത്രി യോഗത്തിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. യോഗത്തിൽ MLAമാരായ EK വിജയൻ, KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, ലിൻഡോ ജോസഫ്, KM സച്ചിൻ ദേവ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ADM C മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ CH മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്മെന്റ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന CH മുഹമ്മദ് കോയ ദേശീയ സെമിനാർ സെപ്റ്റംബർ 26-27 തീയതികളിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. സെമിനാറിൽ 11 വിഷയങ്ങൾ അവതരിപ്പിക്കും. ആദ്യ ദിവസം ET മുഹമ്മദ് ബഷീർ MP വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ചും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഭരണഘടനയെ നിരാകരിക്കുന്ന സർക്കാർ സമീപനങ്ങളെക്കുറിച്ചും സംസാരിക്കും. പട്ടികജാതി പട്ടികവർഗ സംവരണത്തിലെ നയമാറ്റത്തെക്കുറിച്ച് D രവികുമാർ MPയും ഇന്ത്യൻ മാധ്യമങ്ങളുടെ ജനാധിപത്യ പരിരക്ഷയെക്കുറിച്ച് വെങ്കിടേഷ് രാമകൃഷ്ണനും സംസാരിക്കും. ന്യൂനപക്ഷ പ്രതിനിധാനം, ദേശീയവും പ്രാദേശികവുമായ കണക്കെടുപ്പ് എന്ന വിഷയം മുൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ വജാഹത്ത് ഹബീബുള്ള അവതരിപ്പിക്കും. സെമിനാറിലെ 2ാം ദിവസം ജാതി സെൻസസിനെ കുറിച്ച് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ വിഷയം അവതരിപ്പിക്കും. ഫെഡറലിസം വഴിത്തിരിവിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സമാജ്വാദി പാർട്ടി ദേശീയ വക്താവ് ഘൻശ്യാം തിവാരി സംസാരിക്കും. അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ ആശിഷ് ഖേദൻ വ്യാജ വാർത്താകാലത്തെ ജനാധിപത്യം എന്ന വിഷയം അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം
ആക്ടിവിസ്റ്റ് ഡോക്ടർ മാളവിക ബിന്നി ദളിത് ജ്ഞാനോത്പാദനം, അറിവിന്റെയും പ്രയോഗത്തിന്റെയും പുനർനിർവചനം എന്ന വിഷയം അവതരിപ്പിക്കും. സ്ത്രീ പ്രതിനിധാനത്തിലൂടെ പ്രതിരോധം എന്ന വിഷയം ഡോക്ടർ റുഖയ്യ MK അവതരിപ്പിക്കും. സമാപന സെഷനിൽ സമകാലിക രാഷ്ട്രീയത്തിന്റെ കേരളീയ പ്രതിരോധം എന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, VS സുനിൽകുമാർ, KM ഷാജി എന്നിവർ സംസാരിക്കും. സെമിനാർ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ MK മുനീർ MLA, ജനറൽ കൺവീനർ CK സുബൈർ, CH ചെയർ ഡയറക്ടർ ഖാദർ പാലാഴി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ സിവിൽ സർവീസ് മാതൃകാ പരീക്ഷ നടത്തി. OMR മാതൃകയിലാണ് പരീക്ഷ നടത്തിയത്. വിദ്യാർത്ഥികളുടെ പഠന മികവ് ലക്ഷ്യം വെച്ചും മത്സര പരീക്ഷകൾക്കായി കുട്ടികളെ തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പരീക്ഷ നടത്തിയത്. 4 വ്യത്യസ്ത വിഷയങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. അടിസ്ഥാന ശാസ്ത്രം, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, പൊതുവിജ്ഞാനം, മെന്റൽ എബിലിറ്റി എന്നീ തലങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയത്. സിവിൽ സർവീസ് കൂടാതെ JEE, നീറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫൗണ്ടേഷൻ, ക്ലാറ്റ്, CUET, CMA തുടങ്ങിയ മത്സര പരീക്ഷകൾക്കുള്ള മാതൃകാ പരീക്ഷകളും ഈ അധ്യയന വർഷം സമയബന്ധിതമായി നടത്തും. ഇത്തരം പരീക്ഷകൾക്ക് വേണ്ട ഓറിയന്റേഷൻ ക്ലാസുകളും സ്കൂളിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. പ്രധാനമായും വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കാനും ഭാവിയിൽ മികവുറ്റ കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പിന് കീഴിൽ നടത്തുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സക്കീർ ഹുസൈൻ CK പറഞ്ഞു. അക്കാദമികമായ കാര്യങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികളെ അവർ നേരിടേണ്ടി വരുന്ന വ്യത്യസ്ത മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പോടു കൂടി ഞങ്ങൾ ലക്ഷ്യമിടുകയാണ്. പ്രത്യേകിച്ച് CUET എക്സാമിനേഷൻ, CA എക്സാമിനേഷൻ, അതുപോലെ തന്നെ ക്ലാറ്റ്, നീറ്റ്, JEE തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ ഇതിന്റെ ഭാഗമായിട്ട് തുടർന്ന് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. തൽപരരായ കുട്ടികളെ കണ്ടെത്തി GTOP എന്ന പ്രത്യേക ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരം ഓറിയന്റേഷൻ ക്ലാസുകൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂരിൽ നാടക പ്രതിഭകളെ ആദരിച്ചു. പഴയകാല കലാകാരന്മാർക്ക് പ്രിയദർശിനി നാടക പുരസ്കാരം സമർപ്പിച്ചു. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാഹിതി തിയേറ്റേഴ്സിന്റെ നാടകവും അരങ്ങേറി. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബേപ്പൂരിലെ പഴയകാല നാടക പ്രതിഭകൾക്ക് പ്രിയദർശിനി നാടക പുരസ്കാരം വിതരണം ചെയ്തു. പ്രമുഖ നാടക നടനായ സുഭാഷ് ചന്ദ്രബോസ്, P. ശങ്കരനാരായണൻ, MS മണി എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരളി ബേപ്പൂർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. DCC സെക്രട്ടറി M. ധനീഷ് ലാൽ, രാജേഷ് അച്ചാറമ്പത്ത്, അനീസ് ബഷീർ, ഷാഹിന ബഷീർ, CT ഹാരിസ്, TK അബ്ദുൽ ഗഫൂർ, KK സുരേഷ്, T. രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടകം അവതരിപ്പിച്ചു.
ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 20ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 19ാമത് വാർഷിക പൊതുയോഗം കോഴിക്കോട്ട് നടന്നു. കേന്ദ്രമന്ത്രി BL വർമ്മ ഉദ്ഘാടനം ചെയ്തു. 2006 ചെന്നൈ ആസ്ഥാനമായി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ BLM പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സഹകരണ വകുപ്പ് രജിസ്ട്രാറിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന BLMന് കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലായി 115 ബ്രാഞ്ചുകൾ നിലവിലുണ്ട്. 19ാമത് വാർഷിക ജനറൽ യോഗം കേന്ദ്രമന്ത്രി BL വർമ്മ ഉദ്ഘാടനം ചെയ്തു. BLM सोसाइटी का गठन 2006 में हुआ था और इसे हम भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी मल्टी स्टेट सोसाइटी जो देश की बड़ी सोसाइटियों में से एक है और मुझे लगता है സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ BLM ചെയർമാൻ R പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. BLMന് കോഴിക്കോട് സ്വന്തം സ്ഥലത്ത് ഒരു ആസ്ഥാന മന്ദിരം എന്നത് വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. പോണ്ടിച്ചേരി സാമൂഹ്യക്ഷേമ മന്ത്രി സായി ശരവണൻ, പോണ്ടിച്ചേരി ഡെപ്യൂട്ടി സ്പീക്കർ രാജവേലു, BLM പ്രസിഡന്റ് കരുണാമൂർത്തി, മാനേജിംഗ് ഡയറക്ടർ K മനോഹരൻ, സിദ്ധേശ്വർ നായർ, ഡയറക്ടർ VK സിബി, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ M മനോജൻ, R അജയ്, CEO നവീൻ S നായർ, A വേദവ്യാസൻ, O മുരുകൻ, സോണിയ സെബാസ്റ്റ്യൻ, VP സൈതലവി, N ഷംസുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ ആദരിച്ചു. 12,500 ആളുകൾ പങ്കെടുത്ത ആദ്യത്തെ സഹകരണ സംഘം ജനറൽ യോഗത്തിൽ പ്രതിജ്ഞ ചൊല്ലിയതിന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കൂടി BLM കരസ്ഥമാക്കി. USA വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ മാനേജർ ക്രിസ്റ്റഫർ ടൈലർ ക്രാഫ്റ്റിൽ നിന്നും BLM ചെയർമാൻ R പ്രേംകുമാർ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വഴിക്കടവ് മഹല്ല് കമ്മിറ്റിയുടെയും നൂറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. പുലർച്ചെ പ്രഭാത മൗലിദിനു ശേഷം പതാക ഉയർത്തി. തുടർന്ന് നബിദിന റാലിയും അന്നദാനവും നടന്നു. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സര പരിപാടികളും സമ്മാനദാനവും നടന്നു. വൈകുന്നേരം മദ്രസ പ്രസിഡന്റ് P മൊയ്തീൻ കുഞ്ഞി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ റാഫി ബാക്കഫി തറോൽ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മദ് മാസ്റ്റർ, സത്താർ, ഫസൽ, ആവിലോറ, MPC മൂസ ഹാജി, T കുഞ്ഞാലി, സിദ്ദിഖ് റഹ്മാനി, അബ്ദുസലാം മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ്, ഒരു ഗ്രാമമാണ്. അതിൽ ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. ഇനിയും ഒരുപാട് ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കഴിയട്ടെ. ഈ നാട്ടിലെ, പ്രത്യേകിച്ച് ഈ നാട്ടിലെ യുവാക്കൾ, അവരാണ് ഞങ്ങളെ എല്ലാ ഉയർച്ചക്കും കാരണക്കാർ. നബിദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ഇനം മത്സരങ്ങളും നടന്നു. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വേണ്ടി നടത്തിയ കരകൗശല നിർമ്മാണ മത്സരം, പ്രബന്ധ രചനാ മത്സരം, എക്സ്പോ എന്നിവ സംഘടിപ്പിച്ചു. മുൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം MA ഗഫൂർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം മഹല്ല് ഖത്തീബ് അബ്ദുൽ സലാം റാഫി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് T നൌഫൽ അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് T അബ്ദുറഹിമാൻ മുസ്ലിയാർ സ്മാരക അവാർഡ് നൽകി. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പൊതുപരീക്ഷയിൽ ഉന്നത മാർക്കോടെ വിജയിച്ച വിദ്യാർത്ഥികൾക്കും MBBS പാസ്സായ ഡോക്ടർ ജസീമിനും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആദരവ് നൽകി. ഡോക്ടർ അബ്ദുള്ള ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ഹിദായ സംഘത്തിന്റെ ബൂർദാലാപനവും ഇശൽ വിരുന്നും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ
മലപ്പുറം BJP 49ാമത് ഡിവിഷൻ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. നിരവധി ആളുകൾ ക്യാമ്പിലെത്തി പരിശോധനകൾ നടത്തി. കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. BJP മഹിളാ മോർച്ച പ്രവർത്തകർ നേതൃത്വം നൽകി. BJP കോഴിക്കോട് കോർപ്പറേഷൻ 49ാം ഡിവിഷനും കോഴിക്കോട് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവേകാനന്ദ വിദ്യാലയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത്. 49ാം ഡിവിഷൻ കൺവീനർ നിഷാദ് കുമാർ KP, അരക്കിണർ ഏരിയ പ്രസിഡന്റ് സജീവൻ P, ഏരിയ ജനറൽ സെക്രട്ടറി മുരളി കക്കാടത്ത്, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രമ്യ മുരളി, ഏരിയ കമ്മിറ്റി അംഗം രമ്യ മാറാട്, ജിജിഷ അമർനാഥ്, വിനീത മാറാട്, സുബീന, ലാലു സുരേന്ദ്രൻ, പൊന്നക്കാംപാട്ട് ശിവപ്രസാദ്, പാറ്റയിൽ പ്രവീൺ, കൈത്തവ ഗണേശൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സേവാപാക്ഷികം, അതായത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ സേവാപാക്ഷികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കാര്യം ഇവിടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ അനുപമ ശ്രീവത്സൻ, ക്യാമ്പ് കോർഡിനേറ്റർ സുജേഷ് TP, റിഫ്രാക്ഷനിസ്റ്റ് ശ്രീലേഖ NP, അനഘ സുരേഷ്, ഷിഫാന ആസ്മിൻ, ഷൈജ, നീനു KP, നാജിയ ഷഹീൻ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സ്വച്ഛതാ ഹി സേവ യജ്ഞത്തിന്റെ ഭാഗമായി ഗോദീശ്വരം ബീച്ചിൽ ശുചീകരണം നടന്നു. സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കടൽ തീരം ശുചീകരിച്ചത്. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളും ഉദ്യമത്തിൽ പങ്കെടുത്തു. ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവാ യജ്ഞത്തിന്റെ ഭാഗമായി വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം നേതൃത്വത്തിൽ മാറാട് ഗോദീശ്വരം ബീച്ച് ശുചീകരിച്ചു. ബീച്ചിൽ അടിഞ്ഞുകൂടിയ മാലിന്യവും പാഴ്വസ്തുക്കളും ശേഖരിച്ചു. സാഗരം വെൽഫെയർ റെസിഡൻസ്, സ്നേഹതീരം റെസിഡൻസ്, BTR റെസിഡൻസ് അസോസിയേഷനുകളുമായി സഹകരിച്ചായിരുന്നു ശുചീകരണ ദൗത്യം. ബന്ധപ്പെടുകയും അതിന് വേണ്ടുന്ന ഫിനിഷുകളെ ബന്ധപ്പെടുത്തി കൊടുക്കുകയും നല്ല രീതിയിൽ അവർ വന്ന് അത് ക്ലീനാക്കി നല്ല വൃത്തിയായിരിക്കും. കാണാൻ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷനും കൂടെ ചേർന്ന് സ്വച്ഛ ഭാരത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒക്ടോബർ 2 വരെയുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായി നമ്മളിന്നിവിടെ ഒരു ക്ലീനിങ് പരിപാടി ഏർപ്പാട് ചെയ്യുകയും അതിനു വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തു. കൗൺസിലർ കൊല്ലരത്ത് സുരേഷൻ, വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് കൺസർവേറ്റർ P സത്യപ്രഭ, റേഞ്ച് ഓഫീസർ KN ദിവ്യ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK ബൈജു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ B അഖിലേഷ്, K ഷിജു, K മനോജ്, PP സുനിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഫലം കണ്ടു തുടങ്ങിയെന്ന് മന്ത്രി OR കേളു. സംസ്ഥാനത്ത് കളരിപ്പയറ്റ് രംഗത്തുള്ള മുഴുവൻ സംഘടനകൾക്കും അംഗീകാരം നൽകാൻ കേരള സ്പോർട്സ് കൗൺസിൽ തയ്യാറാകണമെന്ന് ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ. അംബേദ്കർ പദ്ധതി നടപ്പിലാക്കാൻ ഭരണ സാങ്കേതിക അനുമതികൾ ജില്ലാതലത്തിൽ നൽകും വിധം ഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി OR കേളു. CH മുഹമ്മദ് കോയ ദേശീയ സെമിനാർ സെപ്റ്റംബർ 26-27 തീയതികളിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 19ാമത് വാർഷിക പൊതുയോഗം കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.